നമസ്കാരം. മലപ്പുറം എളങ്കൂരിൽ യുവതി ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവം 2 ദിവസമായി തന്നെ സോഷ്യൽ മീഡിയയിലാകെ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഭർതൃപീഡനം ആരോപിച്ചാണ് കുടുംബം രംഗത്തെത്തുന്നത്. സൗന്ദര്യം കുറവെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് പ്രഭിൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് കുടുംബം പറഞ്ഞത്. ഭർത്താവിന്റെ ബന്ധുക്കൾ ഇതിന് കൂടെ നിന്നുവെന്നും പറയുന്നു. വിഷ്ണുജയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നുവെന്നും ഭർതൃവീട്ടിൽ മകൾ കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങളിലൂടെ കടന്നുപോയെന്നും വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവൻ പറഞ്ഞു. 3 പെൺമക്കളിൽ ഏറ്റവും ഇളയ മകളാണിത്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവളാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അത്രയും ധൈര്യമുള്ള കുട്ടിയായിരുന്നു. ഒരിക്കൽ പ്രശ്നങ്ങൾ അറിഞ്ഞ അച്ഛൻ അതിൽ ഇടപെട്ട് എന്ന് അവളോട് ചോദിച്ചിരുന്നു. അച്ഛൻ ഇടപെടേണ്ട, ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്നാണ് അവൾ പറഞ്ഞത്. എന്നോട് അവൾ ഒന്നും തുറന്നു പറയാറില്ല, കൂട്ടുകാരികളോടാണ് പറയുക. ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ അവൾ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. ഏട്ടാ, ഞാൻ അവിടെ നിന്നോളാം, എന്നെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകില്ലെന്ന്. അന്ന് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നോട് സംസാരിക്കാൻ സമ്മതിച്ചില്ല. എല്ലാം അവൾ തന്നെ എടുക്കാമെന്നാണ് അവൾ പറഞ്ഞിരുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു കൂട്ടുകാരി വീട്ടിലെത്തിയപ്പോൾ അവളെ ഉപദ്രവിച്ചതിന്റെ പാടുകൾ ദേഹത്ത് കണ്ടിരുന്നു. അന്നും അതേക്കുറിച്ച് സംസാരിക്കാൻ അവൾ സമ്മതിച്ചിരുന്നില്ല. അവൾക്ക് നീതി ലഭിക്കണം. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ്. അയാളെ മാതൃകാപരമായി ശിക്ഷിക്കണം. അവന്റെ ബൈക്കിൽ പോലും അവളെ കയറ്റില്ലായിരുന്നു. വാസുദേവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എളങ്കൂർ സ്വദേശി വിഷ്ണുജയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2023 മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. വിഷ്ണുജയെ ജോലിയില്ലെന്നും സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും പറഞ്ഞായിരുന്നു ഭർത്താവ് പ്രവിൻ പീഡിപ്പിച്ചതായിരുന്നതും കുടുംബം ആരോപിക്കുന്നു. സംഭവത്തെ തുടർന്ന് വിഷ്ണുജയുടെ ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രഭിനും വിഷ്ണുജയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ കാരണം അറിയില്ലെന്നുമാണ് പ്രഭിന്റെ വീട്ടുകാർ പറയുന്നത്. സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. എളങ്കൂരിൽ ഭർതൃവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച കേസിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജയ്ക്ക് 25 വയസ്സായിരുന്നു. സൗന്ദര്യവും സ്ത്രീധനവും കുറവാണെന്ന പേരിൽ വിഷ്ണുജയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് വിഷ്ണുജയുടെ കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് പ്രഭിന്റെ മാനസിക പീഡനം താങ്ങാനാവാതെയാണ് വിഷ്ണുജ ആത്മഹത്യ ചെയ്തതെന്ന് വീട്ടുകാർ പറഞ്ഞു. തന്റെ ജോലി കണ്ടിരിക്കേണ്ട, നിന്റെ ആവശ്യത്തിന് ജോലി കണ്ടുപിടിക്കണമെന്നാണ് ഭർത്താവ് വിഷ്ണുജയോട് രൂക്ഷമായി പറഞ്ഞിരുന്നുവെന്ന് പറയുന്നു. പ്രഭിന്റെ ഈ നിലപാട് കാരണം ഒരു ജോലിക്ക് വേണ്ടി വിഷ്ണുജ കഠിന പരിശ്രമം നടത്തിയിരുന്നു. തടിയില്ല, സൗന്ദര്യമില്ല എന്നതിന്റെ പേരിൽ ഭർത്താവിന്റെ വണ്ടിയിൽ പോലും വിഷ്ണുജയെ കയറ്റാറുണ്ടായിരുന്നില്ല. 2 വർഷത്തെ വിഷ്ണുജയുടെ ജീവിതം ദുരിതപൂർണമായിരുന്നുവെന്ന് വിഷ്ണുജയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സൗന്ദര്യമില്ല, ജോലിയില്ല, സ്ത്രീധനം കുറവെന്നീ കാരണങ്ങൾ കാണിച്ച് ഭർത്താവ് പ്രവിൻ വിഷ്ണുജയെ മാനസികമായി ഉപദ്രവിക്കാറുണ്ടെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു.